ജാനി. അഗ്നിയുടെ ശബ്ദം പുറത്തു വന്നു. ആ ശബ്ദം കേട്ടപ്പോൾ പേടികൊണ്ട് ഇറുക്കിയടച്ച കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദയനീയമായി അവൾ അവനെയൊന്ന് നോക്കി. അഗ്നി കാണുകയായിരുന്നു ആ പെണ്ണിൻ്റെ കോലം. ആകെ കോലം കിട്ട് കരഞ്ഞു വീർത്ത കണ്ണുകളും മുഖവും കണ്ടപ്പോൾ അവൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞു. ആ കവിളുകളിൽ 5 വിരൽപ്പാടുകൾ വ്യക്തമായിരുന്നു. കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന പാടുകളിൽ നിന്നെല്ലാം അവന് മനസ്സിലായി അവൾക്കു നേരെ സ്റ്റീഫൻ കൈ ചലിപ്പിച്ചു എന്ന്. അഗ്നി നോക്കി നിൽക്കെ ജാനിയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ച് തുറക്കും മുൻപേ കത്തി താഴെ വീഴുന്ന ശബ്ദം കേട്ടു. അതിന് മുകളിലായി അവളുടെ കാൽക്കൽ കിടക്കുന്ന സ്റ്റീഫൻ. കോഴിയെപ്പോലെ എഴുന്നേറ്റ് വന്ന സ്റ്റീഫനെ നോക്കിക്കൊണ്ട് തന്നെ അഗ്നി അവിടെ നിന്നു. സ്റ്റീഫ, നീ വലിയൊരു തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് ഇപ്പോൾ തരുന്നില്ല. നിന്റെ കഥയൊന്നും എന്നോട് വേണ്ട അഗ്നിദേവ്. എൻ്റെ പിള്ളേർ വരുന്നതിന് മുമ്പ് നീ പോവാൻ നോക്ക്. ഇതാണ്, എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. നിന്റെ പിള്ളേരല്ല, അതുപോലെ തന്നെ 100 എണ്ണം വന്നു നിന്നാലും ഈ അഗ്നിദേവിന് പുല്ലാണടാ. അതുകൊണ്ട് നീ അത് വിട്ടുപിടി. എന്നിട്ട് നല്ല കൊച്ചായി എൻ്റെ പെണ്ണിൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചു വിടാൻ നോക്ക്. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇവളെ കൊണ്ട് ഒത്തിരി ആവശ്യമുള്ളതാണ്. എടാ അഗ്നി, ഞാൻ കച്ചവടം ഉറപ്പിച്ച മുതലാണത്. അതുകൊണ്ട് നീ കൂടുതൽ ആൾ കളിക്കാതെ പോവാൻ നോക്ക്. പിന്നെ ഇവളുടെ ചൂടറിയാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. അല്ലാതെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയൊന്നും നടക്കില്ല. തെമ്മാടി മോനെ, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനെ തന്നെ നിനക്ക് വേണം അല്ലേടാ? നിനക്ക് എത്ര ധൈര്യമോ? മുട്ടി നിൽക്കുവാനാണെങ്കിൽ നിൻ്റെ തള്ള മേരി കാണും തെമ്മാടിപ്പറമ്പിൽ. അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സൂസിയെ കൊണ്ട് വിറ്റോണം. അല്ലാതെ എൻ്റെ ഈ അഗ്നിദേവൻ്റെ പെണ്ണിനെ നീ നിൻ്റെ പിഴച്ച നാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അറിയും നീ. പിന്നെ ഇവളുടെ മേലെ നീ കൈവച്ചത് ഞാൻ ഇപ്പോൾ വിടുകയാണ്. അതെൻ്റെ കഴിവുകേടല്ല, എൻ്റെ പെണ്ണിനെ എൻ്റെ കയ്യിൽ തന്നതിനുള്ള ദയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി തന്നെ ജാനിയുടെ കെട്ടുകളെല്ലാം അഴിച്ച് അവളെ മോചിതയാക്കി. നീ ഇവിടെ നിന്ന് ഇവളെ കൊണ്ട് പോകില്ല അഗ്നി. ഇവളെ ഞാൻ വില പറഞ്ഞുറപ്പിച്ചതാണ്. നിൻ്റെ ഭാര്യയായിരുന്നില്ല, നിൻ്റെ വീട്ടിൽ നിർത്തണമായിരുന്നു. എന്താണേലും കൊള്ളാം. സായിപ്പന്മാർക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അങ്ങ് ബോധിച്ചു. പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ സ്റ്റീഫൻ നിലത്തു വീണു. പിന്നെ അങ്ങോട്ട് അടിയുടെ പൂരമായിരുന്നു. കൂടുതൽ ഒരു അവന്മാരും എൻ്റെ പെണ്ണിനെ കണ്ട് വെള്ളം ഇറക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാനും അവളെ ചേർത്ത് പിടിക്കാനും ഈ അഗ്നിയുണ്ട്. എൻ്റെ പെണ്ണാണ്, എൻ്റെ ഭാര്യ. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അതിനിടയ്ക്ക് ഒരു മകനും കയറി വരേണ്ട അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ജാനിയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നെ തടി ഭൂമിദേവി നിന്ന് വിറയ്ക്കുന്നത്. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാൻ പൊക്കോളാം എങ്ങോട്ടെങ്കിലും. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിട്ടേക്ക്. കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടപ്പോൾ അഗ്നിക്ക് അവളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കോമ്മയുടെ അടുത്തും നീ ഇപ്പോൾ പോകുന്നില്ല. എൻ്റെ മിന്നാണ് നിൻ്റെ കഴുത്തിൽ ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മിന്നു പിടിച്ചുയർത്തി കാണിച്ചു. ഇത് ഞാൻ കെട്ടിയതാടി. എന്നെ വിട്ട് മോളെ വിട്ട് നിനക്ക് പോണോ? സോഫ്റ്റായി തുടങ്ങിയിട്ട് പിന്നീട് അത് മാറി മാറി വരാൻ തുടങ്ങി. ജാൻകി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ മനസ്സിലേക്ക് മോളുടെ മുഖം തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മോള്. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങിപ്പോന്നപ്പോൾ നിൻ്റെ ഈ മോൾ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയായിരുന്നു നീ എന്നേരം നത്തെ? അവൾ ഉത്തരമൊന്നും അറിയാതെ അങ്ങനെ നിന്നപ്പോൾ അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. പിന്നെ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ച് ശേഷം പതുക്കെ പറഞ്ഞു, സോറി. നീ എന്തിനാടി ഭാര്യയെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൾ അപ്പോഴും ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാതടി ഭൂമിദേവി, ഞാൻ പിടിച്ച് കടിച്ചു തിന്നും നിന്നെ. ഇന്നലെ കാണിച്ചതിനുള്ള ശിക്ഷ ഇന്ന് രാത്രി എൻ്റെ മോൾക്ക് ഞാൻ തരുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭയാനകമായ ആ രാത്രി ഓർക്കുമ്പോൾ തന്നെ ഭയം അവളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ജാനിയുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. ശരീരം വിയർത്തു. അവൾ വിറയ്ക്കുന്നത് അറിഞ്ഞതുപോലെ അഗ്നി ഒന്നുകൂടെ തന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കാതിരി ഭൂമിദേവി, നിന്റെ തുണയായി കാവലായി ഈ അഗ്നി ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ടില്ലേ? ഈ അഗ്നിവലയം ഭേദിച്ച് നിന്നിലേക്ക് ആരും വരില്ല, ഒന്നും വരില്ല. സ്റ്റീഫൻ നിലത്തുനിന്നും ഒരു വിധത്തിൽ എഴുന്നേറ്റു. ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയായിരുന്നു. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ജാനിയെ വാരി പുണർന്നു നിൽക്കുന്ന അഗ്നിയെ അവൻ കാണുന്നത്. ആ കാഴ്ച സ്റ്റീഫൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ കാരണമായി. ഇല്ല അഗ്നിദേവ്, നീ ഇപ്പോൾ നോവിച്ചു വിട്ടത് മൂർഖം പാമ്പിനെയാണ്. ഞാൻ വില പറഞ്ഞുറപ്പിച്ച് വിറ്റവളെയാണ് നീ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നത്. ഒന്ന് പോടാ. സ്റ്റീഫൻ്റെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് അഗ്നിയുടെ മറുപടി വന്നു കഴിഞ്ഞു.
നീ നോക്കിക്കോ, ഇവളുമായി ഇനി നീ സന്തോഷമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ സ്റ്റീഫൻ, നീ കാരണമുണ്ടായ നഷ്ടം അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ എനിക്ക്. എടാ മോനെ സ്റ്റീഫ, നീ പറഞ്ഞ ഈ ഡയലോഗിന് നിൻ്റെ ജീവൻ ഞാൻ എടുക്കേണ്ടതാണ്. പിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുമ്പോൾ നീ ഒത്തിരി അങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്, അതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ രുദ്രയുടെ അമ്മ, എന്നും ഇവൾ ഞങ്ങളുടെ കൂടെ തന്നെ കാണും. ഞങ്ങളുടെ സന്തോഷ ജീവിതം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് 10 മാസം കഴിയുമ്പോൾ ഇവളുടെ കയ്യിലുണ്ടായിരിക്കുമിടാ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേരിടയിൽ ചടങ്ങിന് നീ വരണം. സദ്യയും കഴിച്ചിട്ടേ പോകാവൂ. അല്ലാതെ ഇവളുടെ നിഴൽവട്ടത്ത് നിന്നെ കണ്ടാൽ ഇങ്ങനെയായിരിക്കില്ല ഈ അഗ്നി പെരുമാറുന്നത്. എടാ ഒന്ന് പോടേ, പോയി തരത്തിൽ കളിക്കാൻ പഠിക്കും. അത്രയും പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അഗ്നിയുടെ ചിറകിന് കീഴിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു ജാനി ആ സമയം കൊണ്ട്. വെറുതെ ഓരോന്നാലോചിച്ച് നടന്ന് എവിടെയെങ്കിലും വീഴരുത് ജാനി. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ എന്നും എൻ്റെയും മക്കളുടെയും കൂടെ കാണും. ഇതെൻ്റെ വാക്കാണ്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. നിന്റെ ഈ കരച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ നോക്കടി പെണ്ണെ. നമ്മുടെ മോൾ രാവിലെ മുതൽ തുടങ്ങിയ കരച്ചിൽ ഇതുവരെയായിട്ടും നിർത്തിയിട്ടില്ല. നല്ല പനിയായിട്ടുണ്ടാവും ഇപ്പോൾ. എടാ രാഹുലെ, എന്നാലും ആ നരുന്ത് പെണ്ണിനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു നാണക്കേട്. എൻ്റെ കൊമ്പ, നീ ഇങ്ങനെ പറയാതെ. ആ മുതലിനെ പിടിപ്പും ആ മണവും ഇപ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അത് കിട്ടാൻ നമ്മൾ എന്തും ചെയ്യും. എന്തൊക്കെ തപ്പി നടന്നു. എന്തൊരു പെണ്ണായിരുന്നു അത്. അതെ, അവളായിരുന്നു പെണ്ണ്. അവളുടെ ചേച്ചി അവളുടെ വാലിൽ കെട്ടാൻ പോലും കൊള്ളാത്ത ഒരു സാധനം. അവൾക്ക് പോലും കുറേ കാശ് ഒതുക്കി വെക്കണം, അല്ലാതെ വേറെ ഒന്നും പറയാനുമില്ല അറിയുകയുമില്ല. ശാപം. അല്ല അളിയ, എന്നാലും അവൾ, എൻ്റെ രാഹുൽ, നീ നോക്കിക്കോ. അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഈ വിഷ്ണുവിൻ്റെ കൺമുന്നിൽ തന്നെ വരും, എത്തിക്കും ഞാൻ. അത്രയും പറഞ്ഞ് അവന്മാർ അവിടെ ആഘോഷം തുടങ്ങുകയായിരുന്നു. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ് രാഹുൽ. അവളുടെ കോളർ ബോണിൽ കടിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ അവളിൽ സാക്ഷാത്കരിക്കും. അതാണ് എൻ്റെ ആവശ്യം. കൊമ്പൻ്റെ മുഖത്തെ ഭാവങ്ങളും പറച്ചിലും എല്ലാം കൂടിയായപ്പോൾ സായുവും രാഹുലും നന്നായി തന്നെ ഭയന്നു തുടങ്ങിയിരുന്നു. എൻ്റെ പൂജെ, നീ ആ രുദ്രമോളെ സമാധാനിപ്പിക്കേ. ജാനിമോൾക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. എല്ലാവരെയും ഭയന്ന് മോൾ എവിടെയെങ്കിലും ഒളിച്ചതായിരിക്കും. ഏട്ടത്തി, അതെന്ത് വർത്തമാനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അവളെ അന്യപുരുഷന്മാരുടെ കൂടെ ഈ വീട്ടിൽ കണ്ടത് ഞാനാ. വേറെ ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഞാനും വിശ്വസിക്കുകയായിരുന്നില്ല ഇങ്ങനെയല്ല. ദേ അപ്പച്ചി, ഇനി എൻ്റെ ഏട്ടത്തിയെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ വന്നപ്പോൾ മുതൽ ഏട്ടത്തിയെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഏട്ടത്തി മാത്രമായിരുന്നല്ലോ ഇവിടെ നിൽക്കുന്നത്. ദേ ഈ നിൽക്കുന്ന ഭൂതനകളും ഉണ്ടായിരുന്നില്ലേ? അത് മറക്കണ്ട ആരും. അത് മാത്രമല്ല, നല്ല ഒന്നാന്തരം ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ ഏട്ടത്തി എന്തിനാ? ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പൂജ പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സായുവിനെയും ചന്തുവിനെയും ഒന്ന് നോക്കി. ദേ പൂജക്കൊച്ചെ, വലിയ വർത്തമാനം വേണ്ട. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞത് നിന്റെ ചേച്ചിമാരെക്കുറിച്ചാണെന്നുള്ള ബോധം വേണം. ഹേമാൻറ്റി, ആ ബോധം എനിക്കുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനം കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ കാണൂ. അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ ഭരണം കൊണ്ട് വരണ്ട. ഇവളമാരുടെ വെള്ള പൂശാനും നടക്കില്ല. അതിവിടെ, അതും പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ ചിലവാകാൻ പോകുന്നത്. ഓഹോ, എൻ്റെ മോൾക്കും ചന്തുമോൾക്കും ആ ചേരിക്കാരിയേക്കാൾ വില കുറവാണെന്നാണോ പൂജ ഈ പറഞ്ഞു വരുന്നത്? ഡയാന, എന്തായാലും നിന്റെ വളർത്തുഗുണം കൊള്ളാം. ഈ നാക്കും വെച്ച് എവിടെയെങ്കിലും കയറി ചെന്നാൽ മന്ത്രകോടി മാറും മുമ്പേ വീട്ടിൽ വരും നിന്റെ മോള്. ഹേമ കലിപ്പോടെ വിഷം തുപ്പിക്കൊണ്ടേയിരുന്നു. അത് കുഴപ്പമില്ല ഹേമാൻറ്റി. 2ാം കല്യാണം പുഷ്പം പോലെ നടത്താൻ ആൻറ്റി തന്നെ കാണിച്ചു തന്നല്ലോ. ഞാൻ ആ വഴി അങ്ങ് നോക്കിക്കോളാം. പൂജയും വിട്ടുകൊടുക്കാതെ ഹേമയ്ക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇനിയും ഇങ്ങനെ പോയാൽ പ്രശ്നം ഗുരുതരമാകുന്ന ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഡയാന പതുക്കെ 2 പേരുടെയും ഇടയ്ക്കലേക്ക് കയറി. പൂജയെ നിർത്തിക്കേ. ആരോടെ പറയുന്നതൊക്കെ ബോധം നിനക്കില്ലേ? അമ്മയൊന്നും പറയുന്നില്ല എന്ന് കരുതി അതുപോലെ എന്നെ സൈലൻ്റ് ആക്കാം എന്നാരും കരുതണ്ട. തെറ്റ് കണ്ടാൽ ഈ പൂജ പ്രതികരിക്കും. അത് പറഞ്ഞിരിക്കും. അതാർക്കും സംശയം വേണ്ട. അതാരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. പൂജയുടെ ആ പറച്ചിൽ സായുവിനെയും ചന്തുവിനെയും കൂടുതൽ ചിന്തകുലരാക്കി. അതുകൊണ്ട് തന്നെ 2 പേരും വാഗ്വാദങ്ങൾ നടന്നപ്പോൾ നേരെ റൂമിലേക്ക് പോന്നു. എൻ്റെ സായു, നീ വേഗം പാർട്ടി ചെയ്യാൻ നോക്ക്. പൂജ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാവർക്കും അത് സംശയമാകും. അതിനുള്ള സാഹചര്യം ഉണ്ടാകും മുൻപേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നിനക്കറിയാമല്ലോ അഗ്നിയുടെ കൂർമ്മ ബുദ്ധിയെക്കുറിച്ച്. എൻ്റെ ചന്തു, നീ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിലേക്ക് അവസാന ഡ്രസ്സും എടുത്തു വെച്ചു. വേഗം തന്നെ 2 പേരും ഡ്രസ്സ് മാറി. അതിനിടയ്ക്ക് ചന്തു വിഷ്ണുവിനെയും രാഹുലിനെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചിരുന്നു. എന്തായി ചന്തു? അവന്മാരെടുത്തോ? എന്തെങ്കിലും വിവരമുണ്ടോ? സായുവിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയുന്നു. ഭയം അവളെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങി.
എന്ന് ചന്തുവിനും അറിയാം. ടെൻഷനോടെയുള്ള അവളുടെ വർത്തമാനവും പ്രവൃത്തികളുമെല്ലാം തന്നെ തന്നിലും ഭയം നിറച്ചിട്ടുണ്ട്. ഓ, ആ പണ്ടാരങ്ങൾ എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം. ഒരാവശ്യത്തിന് വിളിച്ചാൽ അവനെയൊക്കെ. അല്ല ചന്തു, നമ്മളിനി എങ്ങോട്ടാണ്? വല്ല വിചാരമുണ്ടോ നിനക്ക്? അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തീരുമാനിക്കാം. സമാധാനമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങണം, അതും ആർക്കും സംശയം തോന്നിപ്പിക്കാതെ തന്നെ. അല്ലെങ്കിൽ അറിയാമല്ലോ. അതെ ചന്തു, നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം. അഗ്നിയേട്ടൻ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതിയായിരുന്നു. ഒരു നെടുവീർപ്പോടെ മൂളിക്കൊണ്ട് ഹാൻഡ് ബാഗും എടുത്ത് ചന്തു വെളിയിലേക്ക് ഇറങ്ങി. അതിനു പുറകെ തന്നെ സായുവും തൻ്റെ ബാഗുമായി ഇറങ്ങിക്കഴിഞ്ഞു. ഇരുവരുടെയും മുഖത്ത് ഭയത്തിൻ്റെ ചെറിയ ലാഞ്ചന പോലും കാണിക്കാതിരിക്കാൻ ഇരുവരും നന്നായി പാടുപെടുന്നുണ്ട്. എന്നിട്ടും സായുവിൻ്റെ മുഖത്ത് ടെൻഷൻ എടുത്തു കാണിക്കുന്നത് പോലെ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാലും ഡയാനെ, ആ ചേരിക്കാരിയുടെ കൂടെ കൂടി നമ്മുടെ പൂജ ഒത്തിരി മാറിപ്പോയി. നാത്തൂനെ, പൂജ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെയുണ്ട്. അവൾ പറഞ്ഞ രീതി തെറ്റാണ്, എന്നാൽ അത് പൂർണ്ണമായും തെറ്റല്ല. അതുകൊണ്ട് ഈ പകയും ദേഷ്യവുമെല്ലാം മാറ്റി വെച്ചിട്ട് ജാനിമോളെ കണ്ടെത്താനുള്ള വഴി നോക്ക്. അല്ലെങ്കിൽ പോലീസ് കേസൊക്കെ വന്നാൽ നമ്മളും കോടതിയിൽ കയറേണ്ടി വരും. ഡയാന പറഞ്ഞത് അത്രയ്ക്കങ്ങാട്ട് ഇഷ്ടമായില്ലെങ്കിലും ഗായത്രിക്ക് അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുമ്പോഴാണ് ബാഗും എടുത്തുകൊണ്ട് സായുവും ചന്തവും അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഇന്നത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. കഥകൾ ബാക്കി തുടരുവാൻ നാളത്തേന് കാത്തിരിക്കൂ. ബൈ ബൈ.